മഹാനായ സയ്യിദുനാ ഖലീഫുൽ അൻകാൻ അബീൽ അബ്ബാസ് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവരുകളുടെ സംശയ ചോദ്യം അള്ളാഹുവിലേക്ക് എത്തിപ്പെടുകയും അള്ളാഹുവിൽ നിന്നുള്ള മറുപടിയാണ് ഇനി വരാൻ പോകുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നാം പതിവാക്കിയാൽ നമുക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ആ കാര്യങ്ങൾ തൊട്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാവലുണ്ടാകും എന്നതാണ്. അപ്പൊ ഈമാനാണ് ഏറ്റവും വലുത്. ഈമാനാണ് ഏറ്റവും വലുത്. ആ ഈമാൻ നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഈമാനം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനൊരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എല്ലവും ചെയ്താൽ ഈമാനിന് പ്രശ്നം ഉണ്ടാകും എന്നതല്ല. ചിലത് ചെയ്താൽ ഈമാൻ കൂടുന്നതാണ്. ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ ഈമാൻ കൂടും. വിഗ്രഹാരാധന പാടില്ല. അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. അതേസമയത്ത് ഹജറുൽ അസ്വദ് എന്ന കല്ല് അതിന് ബഹുമാനുണ്ട്, അതിനെ തൊട്ട് ചുംബിക്കാൻ, അതിന്റെ ഉള്ളിൽ മുഖം വെച്ച് ചുംബിക്കാൻ അത് പുണ്യമുള്ളതാണ്. വിഗ്രഹങ്ങൾക്ക് ചുറ്റും വരാൻ പാടില്ല. എന്നാൽ തവാഫ് ചെയ്യാൻ, കാബയുടെ ചുറ്റും തവാഫ് ചെയ്യാൻ അത് പുണ്യമുള്ളതാണ്. എല്ലാം ഒരുപോലെ കാണാൻ പറ്റുന്നതാണ്. സുജൂദ് നമുക്കറിയാം. ഖുർആൻ എടുത്തു നോക്കിയാൽ ഖുർആനിൽ അള്ളാഹു ഒരു മനുഷ്യനിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ച കാര്യം പറയും. ആരാ പറയുന്നത്? അള്ളാഹു. ആരോട്? മലക്കുകളോട്. എന്താ പറഞ്ഞത്? ആദമിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മലക്കുകളോട് ആദമിനെ പടച്ചോനാക്കാൻ വേണ്ടിയിട്ട് പടച്ചോ പറഞ്ഞതല്ല. പിന്നെ ആദം അലൈഹിസ്സലാം മലക്കുകൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ പഠിപ്പിച്ചു കൊടുത്ത ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല മലക്കുകളോട് പറഞ്ഞതാണ്, മലക്കുകള് നിങ്ങൾ ആദം ഇന്ന് സുജൂദ് ചെയ്യും. അപ്പാണ് സൂഫിയായ കണ്ടായിട്ട്. അപ്പോ അള്ളാഹു പറഞ്ഞപ്പോ സൂഫിയായവരുടെ കാര്യം ആദം ഞാൻ സുജൂദ് എന്തായി അങ്ങനെ സൂഫിയായപ്പോ ഇന്ന് ഓരോ പേരെ ഞങ്ങൾ പറയുന്നത് ആനന്ദ സൂഫിയത്ത് കൂടി അതല്ല. അത് ചിലപ്പോ അള്ളാഹു തആല ചില കാര്യങ്ങൾ പറയും. എന്തിനാ? അത് ആളുകളെ ബഹുമാനിക്കാൻ. ബഹുമാനം അത് വേണം. ഒരു സ്കൂളിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വരുമ്പോ ആ അധ്യാപകനോട് മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബഹുമാനം എന്താ? വരുമ്പോ എല്ലാവരും ഇവിടെ എണിച്ചിരിക്കും. ഒരു ക്ലാസ്സിലേക്ക് ഉസ്താദ് കടന്നു വരുമ്പോ ഇരുന്നിരിക്കുന്ന മക്കളൊക്കെ എണിച്ചിരിക്കും. എന്താ? ഞാനോ അത് ബഹുമാനാണ്. അത് ചെയ്തില്ലെങ്കിലോ അത് ധിക്കാരാണ്. അങ്ങനെയുള്ള മക്കളാണോ? എന്നാൽ അവർക്കുള്ള ഭാവി നഷ്ടപ്പെട്ടു പോകും. എന്താ കാരണം? ഇബ്ലീസിന്റെ ഭാവി നഷ്ടപ്പെട്ടത് പോലെ പഠിപ്പിച്ച അധ്യാപകർക്കുള്ള അല്ലെങ്കിൽ ഒറ്റ വളർത്തിയ മാതാപിതാക്കൾക്ക് ബഹുമാനം വെച്ചു കൊടുക്കാത്ത ആളുകൾ അവരുടെ ഈമാനിന്റെ തന്നെ അത് ബാധിക്കുമെന്നതാണ്. ഇതൊന്നും എല്ലാത്തിനും ഇപ്പോ കളരി പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കരാട്ടെ പഠിക്കുന്ന ആളുകൾ, കുമ്പ് പഠിക്കുന്ന ആളുകൾ, അവർക്ക് നിയമമുണ്ട്. എന്താ? അവരുടെ അധ്യാപകൻ അവരുടെ ഗുരു കടന്നു വരുമ്പോ പ്രത്യേകമായ ഒരു പൊടിച്ചെടുക്കും. അത് ശരിക്കൊന്നുമല്ല അല്ലെ. ഉസ്താദ് വരുമ്പോ, ഗുരു വരുമ്പോ അല്ലെ എണിച്ചിരിക്കാൻ മാത്രമല്ല, പലതിനും പല ക്വാളിറ്റിയുള്ള ബഹുമാനങ്ങളാണ്. ചെറിയ വരുമ്പോ നല്ല റുക്കു പോലെ കുഞ്ഞി കൊടുക്കേണ്ടി വരും. റുക്കു പോലെ ഇങ്ങനെ കുഞ്ഞി കൊടുക്കേണ്ടി വരും. റുക്കു അല്ലാത്തല്ലേ? ഗുരുവിന്റെ റുക്കുവാണോ? അല്ല, അത് എന്ത് റുക്കുവാ? ആ ഗുരുവിനെ പടച്ചോനാക്കിയിട്ടുള്ള റുക്കുവല്ല, ബഹുമാനമാണ്. ഇതൊക്കെയും മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് ഇന്ന് ചില ആളുകളൊക്കെയും അബദ്ധങ്ങളിലും അതുപോലെയുള്ള പല പ്രവർത്തനങ്ങളിലൊക്കെയും പെട്ടുപോകുന്നത്. അപ്പൊ ചിന്തിക്കാൻ വേണ്ടി പറയാം. മഹാനായ സയ്യിദുനാ ഖലീഫുൽ അബ്ബാസ് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം 24,000 പ്രവാചകന്മാരോട് ചോദിച്ച ചോദ്യമായിരുന്നു എന്താണ് ഈമാൻ നഷ്ടപ്പെട്ട പോവാതിരിക്കാൻ ഞാൻ ചെയ്യേണ്ടത്? എന്റെ ഹബീബായ തങ്ങൾക്കും മുൻഗാമികളായ പ്രവാചകന്മാർക്കും ഈമാൻ തന്നെയായിരുന്നു, വിശ്വാസം തന്നെയായിരുന്നു. കുഫറിലേക്കും ശിർക്കിലേക്കും കടന്നു പോകാൻ ചെയ്യേണ്ട പ്രവർത്തനം അന്നും ഇന്നും ഒരുപോലെയാണ്. ഇനി മാറ്റമൊന്നുമില്ല. അപ്പോ ചോദ്യം എവിടെ എത്തി? അള്ളാഹുവിലേക്ക് എത്തി. അപ്പൊ അള്ളാഹുവാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ പടച്ചറപ്പിന്റെ മറുപടി വന്നു. എന്താ മറുപടി അറിയോ? അള്ളാഹു പറയാണ്, വഖാല മൻ വാദബ അലാ ഖിറാഅത്തി ആയത്തിൽ കുർസി. ഇവിടെ വിശേഷം നിസ്കരിച്ചിട്ട് വായനല്ല, ആയത്തുൽ കുർസി ഓതാം. അല്ലെ? അള്ളാഹു പറയാണ്, ഒരാൾ ആയത്തുൽ കുർസി ഓതൽ പതിവാക്കിയാൽ, അതുപോലെ ആയത്തുൽ കുർസി മാത്രമല്ല, വആമന റസൂലു ഇലാ ആഖിരി സൂറ. അല്ലെ? അൽ-ബഖറ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്തുകളാണ്. ആമന റസൂൽ എന്നിട്ട് അവസാനം വരെ ആ സൂറത്ത് തീരുന്നത് വരെയുള്ള 2 ആയത്തുകൾ. ഈ ആയത്തുകൾ ഓതൽ ഒരാൾ പതിവാക്കിയാൽ, അതുപോലെ അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ഒരു ഭയങ്കരമായ പവറുള്ള ഒരു ആയത്താണ് ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇതൊക്കെയും പറയുന്നത് അള്ളാഹുവിന്റെ ഗുണഗണങ്ങളാണ്.
അള്ളാഹുവിന്റെ മഹത്വങ്ങളാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ ബഹുമാനങ്ങൾ എടുത്തു പറയുന്ന ആയത്തുകളാണ്. ഈ ആയത്തൊക്കെയും ഉറങ്ങുന്ന സമയത്തും പ്രത്യേകമായി ഓതൽ പുണ്യമുള്ളതായി മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു. ഇണക്കാലി മൃഗങ്ങളെ പോലെ, പശുക്കളെ പോലെ, ആടുകളെ പോലെ ക്ഷീണമാകുമ്പോൾ കിടന്നുറങ്ങേണ്ടവനല്ല മനുഷ്യൻ. ആ ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് അളവുകളുണ്ട്, ഒരുപാട് ചിറ്റങ്ങളുണ്ട്, ഒരുപാട് പറഞ്ഞു തീർക്കേണ്ട ചെല്ലി തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെയും ചെയ്ത് തീർത്തിട്ടേ മനുഷ്യൻ ഉറങ്ങാൻ പറ്റൂ. മഹാന്മാർ പറഞ്ഞതാണ്. അപ്പോ ആയത്തുൽ കുർസിയും ആമന റസൂൽ അവസാനം വരെയും ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അതുപോലെ വസൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുകൾ ബയാൻ പതിവാക്കിയാൽ എപ്പോ അഖീബ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരത്തിന്റെ ഉടനെ ഈ സൂറത്തുകളും ആയത്തുകളും ബയാൻ പതിവാക്കിയാൽ അള്ളാഹു പറയാണ് അമിന മിൻ സൽബിൽ ഈമാൻ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് അവർക്ക് നിർഭയത്വമുണ്ട്. അവൻ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നിപ്പോ നമ്മുടെ നിസ്കാരത്തിന് വേണ്ടി നാം ചെയ്യുന്നത് പിന്നെ ആയത്തുൽ കുർസി ഓതുന്നുണ്ട്, അതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ മുഅവ്വിദതൈൻ ഓതുന്നുണ്ട്. പല മദ്ഹബുകളിലായി ഇക്കാര്യങ്ങളൊക്കെ ഈ നിസ്കാരത്തിന് വേണ്ടി അത് പഠിപ്പിക്കുന്നുണ്ട് മുഅ്മിനീങ്ങൾ. അപ്പോ നിസ്കാരം കഴിഞ്ഞ് എണിച്ചു പോകലല്ല, ഇതൊക്കെയും ചെയ്താൽ നാം ഏറ്റവും അധികം പലപ്പോഴും പല ആളുകൾക്ക് ഈ ദുആ വസിയ്യത്ത് ചെയ്യുമ്പോൾ കൂടുതലായി പറയുന്നത് പൈസ ഉണ്ടാവാൻ കച്ചവടം അറിയുന്നുണ്ട്. നല്ല നല്ല ആളുകൾ പറയുന്നത് സാറേ ഈമാൻ സലാമത്താവാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം, ഈമാൻ സലാമത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. കൂടുതൽ സ്വാധീനങ്ങളായ ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്യുമ്പോൾ നടത്തുന്നത്. അപ്പൊ അതിനുള്ള നമ്മെ സഹായിക്കുന്നതാണ്, ഈമാൻ സലാമത്തായി വഹിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ ആയത്തുകളും സൂറത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ വേണ്ടി പതിവാക്കൽ എന്ന് ഒരുപാട് കാലത്തിന്റെ സംശയത്തിന് മറുപടിയായി കിട്ടിയ മറുപടിയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവന്നാൽ പതിവാക്കിയാൽ നമുക്കും ഈമാനോടുകൂടി സന്തോഷത്തോടെ മരിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈമാൻ മരണസമയത്ത് നീ സലാമത്താക്കണേ. അള്ളാഹ് എപ്പോൾ മരിക്കും, എവിടെ, എങ്ങനെ ഒരു വിവരവും നമുക്കില്ലാതെ. കുറച്ച് മുമ്പാണെങ്കിൽ, കുറച്ചു കാലം മുമ്പ് ഓരോരുത്തരുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു, പ്രായമായതിനു ശേഷമേ മരിക്കൂ. പക്ഷേ ചെറിയ മക്കൾ, യുവാക്കൾ, രോഗമുള്ളവരും ഇല്ലാത്തവരും, ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും, സമ്പത്തുള്ളവരും ഇല്ലാത്തവരും പെട്ടെന്ന് മരിച്ചു പോകുന്ന വാർത്തകളും വിവരങ്ങളും ഞങ്ങൾ കേൾക്കുകയാണല്ലോ. ഇന്നലെ മജീസിനോയിൽ അവസാനമാകുമ്പോൾ ഒരാൾ വന്ന ചെറിയ ഒരു കുട്ടി, ഏകദേശം ഒരു 10 വയസ്സോ 11 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഞാൻ കുട്ടി മരിച്ചുപോയി, നമ്മുടെ ഉള്ളഭാഗത്തുള്ള കുട്ടിയാണ് പറഞ്ഞു. നമ്മുടെ മക്കൾക്കൊക്കെയും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകുമ്പോ, നമ്മുടെ ശരീരത്തിന്റെ ആഫിയത്ത് നൽകുമ്പോ മരിച്ചുപോയ ആ കുട്ടി, അതുപോലെ എത്രയോ ഈ പരിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് നല്ലവരായ സ്വാലിഹീങ്ങളായ യുവാക്കളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവർക്കെല്ലാം സ്വർഗത്തിൽ ഉയർന്ന ദർജ നൽകണേ അല്ലാഹ്, അവർക്കെല്ലാം സ്വർഗത്തിൽ ഉയർന്ന ദർജ നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് നീ സമാധാനം നൽകുക, അവരുടെ കുടുംബത്തിന് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നമുക്ക് നിന്റെ ഒരുക്കത്തിനായി ആഫിയത്തോടുകൂടിയുള്ള ദീർഘ ആയുസ്സ് നൽകാൻ കഴിയണേ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ ആർക്കത്തും ആഹത്തും സന്തോഷവും നീ നിലനിർത്തണേ. എത്രയോ മുഅ്മിനീങ്ങൾ നാടും വീടും കുടുംബവും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെയും നീക്കിവെച്ച് അല്ലാഹുവിലുള്ള പ്രവാസികളായി പോയി അധ്വാനിക്കുകയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ. അവരുടെ ജോലിയിലും ബിസിനസ്സിലും മറ്റുള്ള കാര്യങ്ങളിലും റബ്ബേ വിചാരിച്ചതിനേക്കാൾ വലിയ ഖൈറിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ പല രൂപത്തിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, പല രൂപത്തിലുള്ള അധ്വാനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ, കടലിൽ കരയും പടച്ചവനെ ജീവൻ പണയം വെച്ചിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലാഹ്. എല്ലാവർക്കും ഇതിന്റെ പ്രത്യേകമായ ഇപ്പോൾ നൽകല്ലോ, കാവൽ നൽകണേ. ആരെയും പെടുന്നതിലുള്ള ഒരു അപകടത്തിനും നീ പെടുത്തല്ലേ അല്ലാഹ്, ഒരു മുസീബത്തിനും കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകിയവരുടെ ബർസഖിയായ രോഗം നീ ആഹത്തിലും സന്തോഷത്തിലുമാക്കല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد.